പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തെർമോഡൈനാമിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, വർക്കിംഗ് ഓഫ് ഹീറ്റ് എൻജിൻ, ഐസോതെർമൽ പ്രോസസ്, അഡിയാബാറ്റിക് പ്രോസസ്, തെർമോഡൈനാമിക് പ്രോസസ്സ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്ര ഡീറ്റെയിൽ ആയി പോയിട്ടില്ല. അതിൻ്റെ കാരണം ഒരിക്കൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങളാണ്. നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പറയേണ്ട കാര്യങ്ങളായതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയി പോയിട്ടില്ല. നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ 13ാമത്തെ ചാപ്റ്ററാണ്, കൈനറ്റിക് തിയറി. 13ാമത്തെ ചാപ്റ്റർ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആണ്. കൈനറ്റിക് തിയറി, കൈനറ്റിക് ആ വേർഡിന് തന്നെ അതിൻ്റെ അർത്ഥമുണ്ട് അല്ലേ. അത് മൂവ് ചെയ്യുന്ന വസ്തുക്കളെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയാം, കൈനറ്റിക് എന്ന് പറയാം. കൈനറ്റിക് എനർജി, മൂവ് ചെയ്യുന്ന വസ്തുക്കളെ കൊണ്ട്, ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിക്കാണ് എന്ത് പറയുന്നത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, ഗ്യാസ് മോളിക്യൂൾസ് എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഗ്യാസ് മോളിക്യൂൾസ് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തിയറിയാണ് എന്ത്, കൈനറ്റിക് തിയറി. ഇത് ഗ്യാസ് മോളിക്യൂൾസിന് ബാധകമായ തിയറിയാണ് കൈനറ്റിക് തിയറി. ഇവിടെ കൈനറ്റിക് തിയറിയിൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ചില പ്രത്യേകതകളും അതുപോലെ തന്നെ ഇത് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുമാണ് എന്ത് പറയുന്നത്, ഈ കൈനറ്റിക് തിയറിയിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തത്, എല്ലാ ഗ്യാസും ഓൾ ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. നമ്മൾ മാറ്ററിനെ കുറിച്ച് പറയാറുണ്ടല്ലോ, എല്ലാ മാറ്ററും ആറ്റം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഓൾ ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. എല്ലാ ഗ്യാസും എന്തുകൊണ്ട്, എല്ലാ വാതകങ്ങളും മോളിക്യൂൾസ് എന്ന്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ തന്മാത്രകൾ എന്ന് പറയുന്ന ചെറിയ കണങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടാണുള്ളത്. ഓൾ ഗ്യാസസ് ആർ മെയ്ഡ് ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ എല്ലാ വാതകങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മോളിക്യൂൾസ് എന്ന, അല്ലെങ്കിൽ തന്മാത്രകൾ എന്ന ചെറിയ കണങ്ങൾ കൊണ്ടാണ് എല്ലാ ഗ്യാസും എന്ത് ചെയ്തിട്ടുള്ളത്, നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ തിയറിയിൽ അടുത്തത് വരുന്നത്, ഈ മോളിക്യൂൾസ് എന്താണ്, ഒരേപോലെ ആയിരിക്കും അല്ലെ, ഐഡന്റിക്കലാണ്. എല്ലാ മോളിക്യൂൾസ് എന്താണ്, ഓരോ മോളിക്യൂളും വേറെ വേറെ ആണെങ്കിലും എല്ലാ മോളിക്യൂളും, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ്റെ മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ, ഹൈഡ്രജൻ്റെ 2 മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ അവ തമ്മിൽ എന്തുണ്ടാവില്ല, വ്യത്യാസം ഉണ്ടാവില്ല. അവ തമ്മിൽ എന്തുണ്ടാവില്ല, വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. അതിൻ്റെ സൈസ്, ഷേപ്പ് അതെല്ലാം തന്നെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുപോലെ ഈ ഗ്യാസ് മോളിക്യൂൾസ് മൂവിങ് ആണ്, എപ്പോഴും എന്ത് ചെയ്യുന്നു, എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നവയാണ് എന്ത്, ഗ്യാസ് മോളിക്യൂൾസ്. ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവയ്ക്ക് എന്തുണ്ടായിരിക്കും, അവയ്ക്ക് എപ്പോഴും ഒരു കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. ഗ്യാസ് മോളിക്യൂൾസിന് സ്വാഭാവികമായിട്ടും എപ്പോഴും മൂവ് ചെയ്യുന്നതുകൊണ്ട് അതിന് എന്തുണ്ടായിരിക്കും, ഒരു കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ് കൊളീഷൻസ്. എപ്പോഴും എന്ത് ചെയ്യുന്നു, കൂട്ടിമുട്ടുന്നു എന്നുള്ളതാണ്. ഗ്യാസ് മോളിക്യൂൾസ് എപ്പോഴും എന്ത് ചെയ്യുന്നു, മറ്റൊരു മോളിക്യൂളുമായിട്ട് കൂട്ടിമുട്ടാനുള്ള അതിൻ്റെ ആ ഒരു ചാൻസ്. അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ റാൻഡം മോഷനിലാണ് ഉണ്ടാവുക. ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, ഒരു റാൻഡം മോഷനിലാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു വെസൽ എടുത്തിട്ട് ഇതിലിങ്ങനെ ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട് വിചാരിക്കും. ഇങ്ങനെ ഗ്യാസ് മോളിക്യൂൾസ് ഇവ തമ്മിൽ എന്ത് ചെയ്യുന്നു, എപ്പോഴും ഇങ്ങനെ കൂട്ടിമുട്ടിക്കൊണ്ടേയിരിക്കും. ഗ്യാസ് മോളിക്യൂൾസ് എപ്പോഴും തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടിക്കൊണ്ടേയിരിക്കും. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കൂട്ടിമുട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ റാൻഡം കൊളീഷൻ എങ്ങോട്ടാണ് എന്ന്, റാൻഡം എന്ന് പറഞ്ഞാൽ എന്താണ്, കൃത്യമായി നിശ്ചയമില്ലാത്ത തരത്തിലുള്ള കൊളീഷൻസ് ആണ് എന്തിനുണ്ടായിരിക്കാം, ഗ്യാസ് മോളിക്യൂൾസിന് ഉണ്ടായിരിക്കും. ഇനി ഈ കൊളീഷൻസ് ആയിക്കഴിഞ്ഞാലും ഇതിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും, കൺസർവ്ഡ് ആയിരിക്കും അല്ലേ. കൈനറ്റിക് എനർജി എന്തായിരിക്കും, അതിൽ വ്യത്യാസം വരുമോ, ഇല്ല. ആ ടോട്ടൽ കൈനറ്റിക് എനർജി തന്നെയാണ് എന്ത് ചെയ്യാം, ഉണ്ടായിരിക്കും. അതുപോലെ ഇതിൻ്റെ എനർജി, ഈ കൈനറ്റിക് എനർജി എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്
ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. കൈനറ്റിക് എനർജി എപ്പോഴും എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു, കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഈ കമ്പാരിസൺ, ഡിസ്റ്റൻസ് ട്രാവൽ നോക്കാം. ഡിസ്റ്റൻസ്, ഒരു ഗ്യാസ് മോളിക്യൂൾ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഇതൊരു ഗ്യാസ് മോളിക്യൂളാണല്ലേ, ഇത് ഒരു ഗ്യാസ് മോളിക്യൂളാണ്. ഇത് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് വളരെ വലിയ ദൂരങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഇപ്പോൾ പെർഫ്യൂംസ്, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ലേ പെർഫ്യൂംസ്. അപ്പോൾ ഒരു 10 മീറ്റർ അകലെ ഒരാളൊരു പെർഫ്യൂം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സ്മെല്ല് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ എത്ര മൈന്യൂട്ടായിട്ടുള്ള ഒരു മോളിക്യൂളാണ് നമ്മളെ സ്മെല്ല് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ സ്മെല്ല് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, ആ ഗ്യാസിൻ്റെ ആ മോളിക്യൂൾ തന്നെയാണ് നമ്മൾ സ്മെല്ല് ചെയ്യുന്നത്. പക്ഷേ ആ മോളിക്യൂളിൻ്റെ സൈസോ അത് ഒരു മൈക്രോമീറ്ററോ അല്ലെങ്കിൽ നാനോമീറ്ററോ സൈസുള്ള വളരെ ചെറിയ ഒരു മോളിക്യൂളായിരിക്കും അത്. പക്ഷെ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അതിനേക്കാൾ 1,00,000 മടങ്ങെങ്കിലും ദൂരത്തേക്ക് എന്ത് ചെയ്യുന്നു, ആ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ കമ്പയർ ടു സൈസ്, ഇതിൻ്റെ സൈസിനെ അപേക്ഷിച്ച്, ഈ തന്മാത്രയുടെ സൈസിനെ അപേക്ഷിച്ച് അത് സഞ്ചരിക്കുന്ന ദൂരം അല്ലേ, വളരെ വലിയ ഡിസ്റ്റൻസുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ മോളിക്യൂള് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൊളീഷൻസ് റാൻഡം കൊളീഷൻസ് ആയിരിക്കും, അതെന്തായിരിക്കും, വളരെ ചെറിയ കൊളീഷൻസ് ആണ് എന്തിനുണ്ടായിരിക്കുക, ഗ്യാസ് മോളിക്യൂൾസിനുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ പ്രഷറിൻ്റെ ഒരു ഇക്വേഷൻ, ഇതിന് നമുക്കറിയാം. ഇപ്പോൾ ഇത് ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞില്ലേ, മൂവ് ചെയ്യുമ്പോൾ അതിനെന്തുണ്ടായിരിക്കും, അതിന് വെലോസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ വെലോസിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രഷർ ഉണ്ടായിരിക്കും. അപ്പോൾ ഗ്യാസിൻ്റെ പ്രഷർ നമുക്ക് കണ്ടുപിടിക്കണം. മൂവ് ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂൾസിൻ്റെ പ്രഷർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇക്വേഷൻ 1/3 ρ v². 1/3 ρ v². ഇതിൽ റോ എന്നുള്ളത് ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഗ്യാസ്. ഓരോ ഗ്യാസിന് എന്തുണ്ട്, അതിൻ്റെ ഡെൻസിറ്റിയിൽ എന്തുണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ പ്രഷർ ഈക്വൽ ടു 1/3 ρ v². ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ഇതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വെലോസിറ്റി ഇപ്പോൾ നമുക്കറിയാം, ഇവിടുന്ന് ഒരു വസ്തു ഇങ്ങോട്ട് പോയി, ഈ മോളിക്യൂൾ, ഫോർ എക്സാമ്പിൾ ഈ ഒരു മോളിക്യൂൾ എടുക്കാം. ഈ മോളിക്യൂൾ ആദ്യം ഇങ്ങോട്ട് മൂവ് ചെയ്തു, പിന്നെ ഇവിടെ എത്തി, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തു വിചാരിക്കും. എന്താണ് സംഭവിക്കുക, അപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 അല്ലേ, എത്രമാത്രം അങ്ങോട്ട് പോയിട്ടുണ്ടോ അത്രമാത്രം ഇങ്ങോട്ടും വന്നിട്ടുണ്ട് അല്ലേ, ദൂരം ഉണ്ട് അല്ലേ, ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് 1 മീറ്റർ ആണെങ്കിൽ 1 മീറ്റർ, അവിടുന്ന് ഇങ്ങോട്ട് 2 മീറ്റർ. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റോ അകലില്ല, കാരണം ആദ്യം വസ്തു ഇവിടെ ആയിരുന്നു, ഇപ്പോഴും വസ്തു ഇവിടെ തന്നെ ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അപ്പോൾ ഈ കേസിൽ വെലോസിറ്റി ഉണ്ടാവും. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായി, 0 ആയി. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയപ്പോൾ വെലോസിറ്റി എന്തായി, 0 ആയി. അപ്പോൾ ഇത്തരം കേസുകൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്നൊരു ടേം, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഒരു RMS വെലോസിറ്റി. ഈ RMS വെലോസിറ്റി ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ആദ്യം അതിൻ്റെ മീൻ കാണുന്നു അല്ലേ, മീൻ കണ്ടിട്ട് അതിനെ സ്ക്വയർ ചെയ്യുന്നു, സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുന്നു. അതായത് ഫോർ എക്സാമ്പിൾ v ഈക്വൽ ടു റൂട്ട് v² എന്ന് പറഞ്ഞ പോലെ അല്ലേ, v²ൻ്റെ റൂട്ട് v തന്നെയല്ലേ. ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള വെലോസിറ്റി കണ്ടുപിടിക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി അല്ലെങ്കിൽ RMS വെലോസിറ്റി എന്ന് പറയും. RMS വെലോസിറ്റി, ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ RMS വെലോസിറ്റി v ഈക്വൽ ടു, അതിൻ്റെ ഇക്വേഷനും കൂടി ഉണ്ട്, √3RT/m ആണ്. 3RT/m. ഇതിൽ 3 എന്നത് നമ്പർ 3 തന്നെയാണ് അല്ലേ. അതുപോലെ R എന്നുള്ളതോ ആറിന് നമ്മൾ പറയുന്ന പേര്, നമ്മൾ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈക്വൽ ടു nRT. ഈ ആറാണ് എന്ത് ഇവിടെ ഉള്ളത്. അതുപോലെ T ടെമ്പറേച്ചറാണ്,
എം എന്താണ് അതിൻ്റെ മോളർ മാസാണ്. എം എന്താണ് മാസാണ്. അതുപോലെ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, നിങ്ങൾ കെമിസ്ട്രിയിൽ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല. ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് പറഞ്ഞൊരു കോൺസ്റ്റന്റ് K = R/N. K = R/N. ഇതിൽ N അവഗാഡ്രോ നമ്പറാണ്, K എന്താണ് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് RMS വെലോസിറ്റി എന്ന ടേം, RMS വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ ആണ് V = 3RT/m. ഇവിടെ നമ്മളൊരു ബാർ ഇട്ടുണ്ട് അല്ലേ, വെലോസിറ്റി അതായത് ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റി ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ R എന്ന വാല്യൂ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതുപോലെ മറ്റൊരു ടേമാണ് അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ 6.623 × 10⁻23 ആണ്. ഇതെന്താണ് ഈ അവഗാഡ്രോ നമ്പർ എന്നുള്ളതാണ്. അവഗാഡ്രോ നമ്പർ ഇത് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ വിശദമായി പഠിച്ചിട്ടുണ്ടാവും, എങ്കിൽ പോലും ഒന്നുകൂടി പറയാം. അവഗാഡ്രോ നമ്പർ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ വെക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്സിജൻ അല്ലേ, ഓക്സിജന്റെ 7 ആണ് അല്ലേ, അറ്റോമിക് നമ്പർ 7 മാസ് നമ്പർ 14 ആണ്. എങ്കിൽ ഇതിൻ്റെ അർത്ഥം 14 ഗ്രാം ഓക്സിജൻ ഈക്വൽ ടു 6.623 × 10⁻23 മോളിക്യൂൾസ് ആണ്. ഇനി ഹീലിയം നോക്കാം. ഹീലിയം അല്ലേ, ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്, മാസ് നമ്പർ 4 ആണ്. 4 ഗ്രാം ഹീലിയം ഈക്വൽ ടു 6.623 × 10⁻23 മോളിക്യൂൾസ് ആണ്. അതായത് ഏതൊരു എലിമെന്റിൻ്റെയും, പ്രത്യേകിച്ച് അത് ഗ്യാസ് ആണെങ്കിൽ അല്ലേ, ഏതൊരു ഗ്യാസിൻ്റെയും മാസ് നമ്പർ എത്രയാണോ അത്രയും ഗ്രാം ആ വസ്തു, ആ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണാണ് എന്ത് 6.623 × 10⁻23. ഇതാണ് എന്ത് അവഗാഡ്രോ നമ്പർ. അപ്പോൾ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ, ഒരു ഗ്യാസ് അതിൻ്റെ അറ്റോമിക് മാസിനനുസരിച്ച് അത്രയും ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ അവഗാഡ്രോ നമ്പർ നമ്മൾ ഈ ഗ്യാസ് മോളിക്യൂൾസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വരുന്ന ഒരു നമ്പറാണ്. ആ നമ്പർ എല്ലാവരും എന്ത് ചെയ്യണം, കാണാതെ പഠിക്കും വേണം. നമ്പർ എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയതുകൊണ്ട് അത് എല്ലാവരും എന്ത് ചെയ്യണം, കാണാതെ പഠിക്കണം. ഈ മറ്റൊരു കാര്യം ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ഗ്യാസ് മോളിക്യൂള് നിലനിൽക്കാൻ എത്ര ആക്സിസ് വേണം. നമ്മൾ XY ആക്സിസ് ഒക്കെ വരക്കാറുണ്ട് അല്ലേ, X ആക്സിസ്, Y ആക്സിസ്, അതുപോലെ Z ആക്സിസ്. ഇനി ആക്സിസ് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഏത് നിലക്ക് എന്ത് ചെയ്യാം, ആക്സിസുകൾ വരക്കാം. അപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂള് നിൽക്കാൻ എത്ര ആക്സിസ് വേണം, അതിനാണ് എന്ത് പറയുന്നത്, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഒരു ഗ്യാസ് മോളിക്യൂൾ അതിന് 3 ആക്സിസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്, 3 ആണ്. അതുപോലെ തന്നെ എനർജി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇക്വിപാർട്ടീഷനാണ്, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ എനർജി. ഇപ്പോൾ ഇവിടുത്തെ ഈ ഗ്യാസ് മോളിക്യൂളിൻ്റെ എനർജി 30 ജൂൾ ആണെങ്കിൽ, 30 ജൂൾ എനർജി ആണെങ്കിൽ X ആക്സിസിൽ 10 ജൂൾ ഉണ്ടായിരിക്കും, Y ആക്സിസിൽ 10 ജൂൾ ഉണ്ടായിരിക്കും, Z ആക്സിസിൽ ഉണ്ടായിരിക്കും 10 ജൂൾ എനർജി ഉണ്ടായിരിക്കും. ടോട്ടൽ എനർജി എന്ത് ചെയ്യുന്നു, ടോട്ടൽ എനർജി എല്ലാ കോർഡിനേറ്റ്സിലേക്കും അല്ലെങ്കിൽ എല്ലാ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലേക്കും ഈക്വൽ ആയിട്ടാണ് എന്തുണ്ടായിരിക്കുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുപോലെ മറ്റൊരു ടേമാണ് മീൻ ഫ്രീ പാത്ത്. മീൻ ഫ്രീ പാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്യാസ് മോളിക്യൂൾസ് കോളീഷൻ ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞില്ലേ, ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, കൂട്ടിമുട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടിമുട്ടുമ്പോൾ അത് ആവറേജ് സഞ്ചരിച്ച ദൂരം ഉണ്ടല്ലോ, അതിനാണ് എന്ത് പറയുന്നത്, മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി ഉള്ളത് ലോ ഓഫ് അവഗാഡ്രോ ഹൈപ്പോത്തിസിസ് ആണ്. അവഗാഡ്രോ നമ്പറിനെ കുറിച്ച് അത് എന്താണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അവഗാഡ്രോ ഹൈപ്പോത്തിസിസ് ഉണ്ട്. അവഗാഡ്രോ ഹൈപ്പോത്തിസിസിൽ പറയുന്നത് സെയിം ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻ ആണെങ്കിൽ, അണ്ടർ സെയിം ടെമ്പറേച്ചർ പ്രഷർ വോളിയം കണ്ടീഷൻ ആണെന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ നമ്മളൊരു വെസൽ എടുത്തു, ഇതേപോലെ ഒരു വെസൽ കൂടി എടുത്തു, സെയിം ആയിട്ടുള്ള ഒരേപോലെയുള്ള 2 വെസൽ എടുത്തു വിചാരിക്കാം. 2 പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വോളിയം എന്താണ്? വോളിയം സെയിം ആണ്. വോളിയം സെയിം ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചറും എന്താണ്? സെയിം ആണ്. ടെമ്പറേച്ചർ സെയിം ആണ്. അതുപോലെ ഇവിടുത്തെ പ്രഷറും സെയിം ആണ്. പ്രഷർ അണ്ടർ സെയിം ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻ, ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണെങ്കിൽ അല്ലേ, സെയിം കണ്ടെയ്നർ, ഒരേ കണ്ടെയ്നർ ആവണമെന്നില്ല, ഒരേ വോളിയം ഉള്ള, ഇതിൽ 10 ലിറ്റർ കൊള്ളും, ഇതിൽ എത്രയാണ് 10 ലിറ്റർ കൊള്ളുന്ന, അങ്ങനെ 2 കണ്ടെയ്നർ ആണെങ്കിൽ ഇതിൽ ഉൾക്കൊള്ളുന്ന ഇതെന്തായിരിക്കും? ഉൾക്കൊള്ളുന്ന വാതകത്തിൻ്റെ അളവ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിൽ ഓക്സിജനും ഇതിൽ ഹൈഡ്രജനും വിചാരിക്കാം അല്ലേ. പക്ഷെ ഇവിടെ 3 കാര്യങ്ങൾ സെയിം ആണ്. വോളിയം സെയിം ആണ്, ഒരേപോലത്തെ വെസലാണ്. ടെമ്പറേച്ചർ ഇവിടെ 100 ഡിഗ്രിയാണ്, ഇവിടെ 100 ഡിഗ്രിയാണെന്ന് വിചാരിക്കാം. പ്രഷർ അല്ലേ, ഇവിടെ 1000 കെൽവിൻ, സോറി പ്രഷറിൻ്റെ ഇവിടെ 1000 ആണ്, 1000 ബാറാണ്. ഇവിടെ എന്താണ്? 1000 ബാറാണെന്ന് വിചാരിക്കാം. പ്രഷർ എല്ലാം എന്താണ്? സെയിം ആണെങ്കിൽ ഇവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ടോ അത്രയും മോളിക്യൂൾസ് തന്നെ എന്ത് ചെയ്യാം? ഇവിടെ ഉണ്ടായിരിക്കാം. ഇത് ഹൈഡ്രജൻ ആണ്, ഇത് ഓക്സിജൻ ആണ്, ആ ഒരു പ്രശ്നം വരില്ല. അണ്ടർ സെയിം വോളിയം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻ അല്ലേ, ഒരു വെസല് അത് ഓക്യുപ്പൈ ചെയ്യുന്ന അല്ലെങ്കിൽ അത് പൊസസ് ചെയ്യുന്ന വോളിയം ഓഫ് മോളിക്യൂൾസ് അല്ലെ, ഗ്യാസിൻ്റെ മോളിക്യൂൾസിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായിരിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാനുള്ളത്. ഇതിനെ നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്നാണ് പറയുന്നത്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് അല്ലെ, ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തിയറി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം നമ്മളിതിൻ്റെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ മോളിക്കുലാർ ലെവലിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തെർമോഡൈനാമിക്സിൽ എന്ന ചാപ്റ്റർ കെമിസ്ട്രിയിലുണ്ടല്ലോ, അപ്പോൾ അതിൽ വിശദമായിട്ട് പഠിക്കും. ഓക്കെ, താങ്ക് യു.